എന്നൊന്നും ചെയ്യല്ലേ, എന്നൊന്നും ചെയ്യരുത്. ഞാൻ എന്ത് ദ്രോഹ നിങ്ങളോട് ചെയ്തത്? നീ എന്നോട് ഒന്നും ചെയ്തിട്ടില്ല. നിന്നെ ഞാൻ ഒരിക്കൽ പോലും കണ്ടിട്ടുമില്ല. പക്ഷേ എനിക്ക് നിന്നെ കൊന്നേ പറ്റൂ. കൊട്ടേഷനാ 5 ലക്ഷം. നിന്റെ ജീവൻ എടുക്കാനുള്ള കൂലി. എനിക്ക് ആ പണം വേണം ബ്രോ. എന്താ അപ്പൊ വടിയാവല്ലേ? അവൾ പൊന്നുപോലെ വളർത്തി അവളിതെങ്ങനെ സഹിക്കും? ഈ സ്നേഹം നേരത്തെ തോന്നിയിരുന്നെങ്കിൽ അവളുടെ ജീവൻ കൊടുത്ത് വളർത്തിയ മകൻ അമ്മയെ സ്നേഹിക്കുന്നത് നിനക്ക് കാണണ്ടേ? വാ. നിന്നെ അന്വേഷിച്ച് ഇവിടെ പോലീസ് വന്നിരുന്നു. നീ ആരെയോ കൊന്നെന്ന് പറഞ്ഞു. എന്താ എന്താ ഉണ്ടായത്? അവർക്ക് ആള് മാറിപ്പോയതാണോ? എങ്കിൽ വാ, നമുക്ക് പോയി അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താം. വാ മക്കളെ, വാ. ആരെ ബോധ്യപ്പെടുത്താനാ? പോലീസിനെയോ? തള്ള, നിങ്ങൾക്ക് എന്താ ഭ്രാന്തുണ്ടോ? അല്ല മക്കളെ, നമ്മുടെ നിരപരാധിത്വം. ആരുടെ നിരപരാധിത്വം? തള്ളേ, ഞാൻ ഒരാളെ കൊന്നു, അത് സത്യ. 5 ലക്ഷം കയ്യിൽ എണ്ണി വാങ്ങിയിട്ടാ ഞാനത് ചെയ്തത്. വേറെ ഏത് ജോലി കിട്ടും തള്ള ഇത്ര വലിയ പ്രതിഫലം? എന്നെ രക്ഷിക്കാനുള്ള വഴിയും അവർ ചെയ്തോളും. നിങ്ങൾ വെറുതെ ഷോ കാണിക്കാതെ പോതള്ളേ. വേണ്ട മക്കളെ, അങ്ങനെ ഒരു ശാപം എന്റെ മോന്റെ മേൽ വേണ്ട. മരണപ്പെട്ടവന്റെ കുടുംബം, അവന്റെ മക്കൾ, അവരുടെ വിലാപങ്ങൾ. അയ്യോ എന്റെ കർത്താവേ, നമുക്ക് ആ കാശ് വേണ്ട. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു സ്വസ്ഥതയും ഉണ്ടാകാൻ പോണില്ല. വാ, നമുക്ക് പറ്റിയ തെറ്റുപോയി ഏറ്റു പറയാം. വാ മക്കളെ. എന്ത് മണ്ടത്തരോ തള്ള നിങ്ങളീ പറയണേ? തെറ്റേറ്റു പറഞ്ഞാൽ ഉടൻ അവരെന്നെ അവാർഡ് നിന്ന് സ്വീകരിക്കാൻ പോവല്ലേ? വലിയ വലിയ കാര്യങ്ങളിൽ ഇടപെടാതെ സാറ ചെല്ല്, ചെല്ലാൻ. മോനെ കേറി പോതള്ളേ. സാറയുടെ ജീവിതം ഇപ്പൊ പൂർത്തിയായി. സ്വപ്നങ്ങളെല്ലാം പൂർണ്ണമായി. അൾത്താര സാക്ഷിയായി മിന്നുകെട്ടിയ ഭർത്താവിന് വേണ്ട ജീവിതത്തിന്റെ പകുതിയും സ്വപ്നങ്ങളും കരുതലും നിറച്ച് ആറ്റുനോറ്റു വളർത്തിയ പൊന്നുമോന്റെ ജീവിതവും പാഴായി. ആശയറ്റ ഒരു അമ്മയുടെ ജീവിതത്തിന്റെ അവസാന പ്രതീക്ഷകളും സ്വപ്നങ്ങളും നീ കെടുത്തിക്കളഞ്ഞത്. നിന്നെ ഞാൻ ശപിക്കുന്നില്ല. കാരണം ഞാനൊരമ്മയല്ലേ, പെറ്റമ്മ. ഈശോയെ തമ്പുരാനെ, എന്നെ ഈ നരകത്തിൽ നിന്ന് എത്രയും വേഗം ഒന്ന് അവസാനിപ്പിച്ചു തരണേ എന്റെ കർത്താവേ. ഒട്ടുമേ നിന്ന് കള്ളക്കരച്ചിൽ കരഞ്ഞ് ദൈവത്തെ കൂടെ ശല്യപ്പെടുത്താതെ പോയി ചാകുതള്ളേ. എന്നെ കൊണ്ട് അതും കൂടെ ചെയ്യിക്കാതെ സ്വയം അങ്ങ് ചെയ്യ്. ഞാനെങ്കിലും സ്വസ്ഥമായി ജീവിക്കട്ടെ. നാശം വേണ്ട. അമ്മയെ കൊന്നവനെന്നൊരു ശാപം കൂടി നിന്റെ തലയിൽ വീഴണ്ട.
നീ പറഞ്ഞത് ശരിയാ. ആശയും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നശിച്ചവർക്ക് ആശ്രയം മരണമോ? ജീവിതത്തിൽ തോറ്റുപോയൊരു സ്ത്രീയുടെ ജയിക്കാനുള്ള അവസാന ശ്രമം അത് മരണമോ? കർത്താവേ, അവിടെ നീ എന്നെ തോൽപ്പിക്കല്ലേ. നോക്കി നിൽക്കാതെ പെട്ടെന്നൊന്ന് അവസാനിപ്പിക്കത്തള്ളേ. നാശം ഒന്ന് അവസാനിപ്പിക്ക്. വേനൽ കൂട്ടിനുള്ളിൽ കനലായിരിയുന്നു കണ്ണീർ പക്ഷി. ഉരുകുന്ന വേനൽ കൂട്ടിനുള്ളിൽ കനലായിരിയുന്നു കണ്ണീർ പക്ഷി. കാലത്തിൻ കനിവറ്റ ജ്വാലകളേറ്റ് മോഹത്തിൻ ദലങ്ങൾ കരിയുന്നു. മോഹത്തിൻ ദലങ്ങൾ കരിയുന്നു. മിനിഞ്ഞു കത്തുന്ന നാളമായി ജീവിതം ഇനി എത്ര മാത്ര എന്നറിയില്ല. എങ്കിലും ഓർമ്മയിൽ ഓമനിച്ചോട്ടെ ഒരു കുടമുല്ലപ്പൂവിൻ ആർദ്രസ്പർശം. ഒരു കുടമുല്ലപ്പൂവിൻ ആർദ്രസ്പർശം. ജോമോൻ കൊട്ടേഷനും മയക്കുമരുന്നും. കാശ് കിട്ടിയാ നീ ആരെയും കൊല്ലും അല്ലടാ. എടാ, നിന്നെപ്പോലുള്ള ചെറുപ്പക്കാര് കഷ്ടപ്പെട്ട് പഠിച്ചൊരു ജോലിക്ക് വേണ്ടി നെട്ടോട്ടം ഓടുമ്പോൾ നിനക്കൊക്കെ ആളെക്കൊന്ന് കാശുണ്ടാക്കി സുഖിക്കണമല്ലടാ. നിന്നെയൊക്കെ രക്ഷിക്കാൻ ഞങ്ങളുടെയൊക്കെ മേലിൽ ചില തമ്പുരാക്കന്മാരും. നിന്നെ ഇപ്പോൾ പൂട്ടാൻ പോകുന്ന ഈ പൂട്ടുണ്ടല്ലോ, ഒരു തമ്പുരാനും ഒഴിക്കാൻ പറ്റാത്ത പൂട്ടാ. സർ, എടുത്ത് ഇവനെ വണ്ടിയിലേക്ക് ഇടറോ. കഷ്ടപ്പെട്ട് വളർത്തിയ സ്വന്തം തള്ളയെ പെട്ടിയിലാക്കിയവനാണ്. ഇനിയുള്ള ഇവന്റെ ശേഷിച്ച കാലം അകത്ത് കിടക്കട്ടെ. എടുത്ത് വണ്ടിയിൽ ഇടറവനാ. മദർ, എന്റെ മോൻ. കുഞ്ഞുങ്ങൾ സ്നേഹം കാണേണ്ടത് എവിടെയാണ്? ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹപൂർണമായ ജീവിതമാണ് കുഞ്ഞുങ്ങൾ കാണേണ്ടത്. അതാണ് സ്നേഹത്തിന്റെ ആദ്യ പാഠം. ഒരിക്കലെങ്കിലും ആ നല്ല മാതൃകയാകാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഒരു നേരമെങ്കിലും വയറു നിറയെ സ്വന്തം മകൻ ഭക്ഷണം കഴിച്ചോ എന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? കുടുംബത്തോടൊപ്പം കുറച്ചു സമയം സ്നേഹത്തോടെ ഇരുന്നിട്ടുണ്ടോ? കീറിയ വസ്ത്രവും ഉടുത്ത് പൊരിയുന്ന വയറുമായി, സ്വന്തം ദുർവിധിയോർത്ത് വിതുമ്പുന്ന ചുണ്ടുകളുമായി ഒരിക്കൽ നിന്നെ മാത്രം നോക്കി നിന്ന ആ മാലാക കുഞ്ഞിന്റെ മനസ്സ് ഇങ്ങനെ കരിങ്കല് പോലെ കഠിനമാക്കിയത് നീയാണ്. സമ്മതിക്കുന്നു, ഞാനാ മഹാഭാവി. ഈ കണ്ണീരിനെ ചൂടിത് പോര ഗബ്രിയേൽ. ഓരോ നിമിഷവും മനുഷ്യർ ചെയ്തു കൂട്ടുന്ന പാപങ്ങൾക്ക് എണ്ണി എണ്ണി കണക്കെടുക്കുന്ന ദിവസം വരും. അന്ന് നിന്റെ കണ്ണുകളിൽ നിന്ന് തിളച്ച രക്തം വമിക്കും. വരൂ, പോകാം. ഇനി ഒരിടത്തേക്ക് പോകണ്ട.
എനിക്കിനി ഒന്നും കാണണ്ട. എനിക്കിനി ഒന്നും കാണണ്ട. എനിക്കിനി ഒന്നും കാണണ്ട. ഗബ്രിയേൽ, നിനക്ക് നിന്റെ അവസാനം കാണണ്ടേ? വരൂ. ജോസഫേ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. വേണ്ട, ഇക്കാര്യത്തിൽ ഇനി ഒന്നും പറയണ്ട. നൂറുകണക്കിന് വിശ്വാസികൾ ജീവിതകാലം മുഴുവൻ കുടുംബത്തിനു വേണ്ടി അധ്വാനിച്ച ആ നല്ല മനുഷ്യർ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ്. നമ്മുടെ ഈ സിമിത്തേരിയിൽ ഈ പരമദ്രോഹി അടക്കം ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. അവന്റെ ശവം വെഞ്ചിരിക്കാൻ പൊന്നുകുരിശുമായിട്ട് പള്ളിയിൽ നിന്ന് അച്ഛൻ വരുമെന്നും വിചാരിക്കണ്ട. കാര്യമൊക്കെ ശരിയാ, മരിച്ചുപോയില്ലേ? ശവത്തിനോട് നമ്മൾ പകരം വീട്ടാൻ പാടുണ്ടോ? വേണം. കുടുംബത്തോടും സമൂഹത്തോടുമുള്ള ഉത്തരവാദിത്തങ്ങൾ മറന്ന് തോന്നിവാസം ജീവിക്കുന്ന എല്ലാവർക്കും ഇതൊരു പാഠമാകണം. എന്നാലും ജോസഫേ, എടോ, അവന്റെ മരണത്തിൽ വേദനിക്കുന്ന ഒരാളെ തനിക്ക് കാണിച്ചു തരാമോ? ഒരാളെ എങ്കിൽ താൻ പറയുന്നത് പോലെ ഞാൻ ചെയ്യാം. അല്ല, അതിപ്പോ താൻ അവനു വേണ്ടി സംസാരിക്കുന്നുണ്ടല്ലോ. തനിക്ക് സങ്കടം തോന്നുന്നുണ്ടോ? അവന്റെ വേർപാട് ഒരു തീരെ നഷ്ടമായി പോയെന്ന് കരുതുന്നുണ്ടോ? ഉണ്ടോ? അയ്യേ, എനിക്കങ്ങനെ ഒന്നുമില്ല. അപ്പൊ പിന്നെ വേറെ ആരെയും പ്രതീക്ഷിക്കണ്ട. ഗബ്രിയേലിന്റെ ശവം തെമ്മാടി കുഴി തന്നെ അടക്കം ചെയ്യട്ടെ. ഞാൻ ഇത്രയ്ക്ക് അതപ്പതിച്ചവനാണ്. എന്നെ നോക്കുന്ന കണ്ണുകളിലെല്ലാം ഇത്രയ്ക്ക് വെറുപ്പ് നിറഞ്ഞിരുന്നു. ഞാൻ ഇനി എന്ത് ചെയ്യും? എന്റെ ആയുസ് പാഴായിപ്പോയി. ഞാൻ ഇനി എന്ത് ചെയ്യും? ഗബ്രിയേൽ, നിന്റെ അപ്പന് നിന്നോടുള്ള സ്നേഹമാണ് ഈ കാഴ്ചകളെല്ലാം നിനക്ക് അനുഭവമാക്കി തന്നത്. നിനക്ക് ഇനിയും സമയമുണ്ട്. പശ്ചാത്തപിക്കണം. ദൈവസ്നേഹത്തിൽ ജീവിക്കണം. സ്നേഹമുള്ള കുടുംബനാഥനാകണം. സമൂഹത്തിൽ സഹജീവികൾക്കെല്ലാം തുണയാകണം. ഓരോ ദിവസവും അവസാനത്തേതെന്ന് കരുതി ജീവിക്കണം. ഗോഡ് ബ്ലെസ് യു. മോനെ, മതി പഠിച്ചത്. വന്ന് കിടക്കാൻ നോക്ക്. അപ്പച്ചൻ വരാറായി. വെറുതെ തല്ലും ചവിട്ടും കൊള്ളണ്ട. വാ, വന്ന് കിടക്ക്. അമ്മയെ തല്ലുന്നത് ഞാൻ അങ്ങനെ നോക്കിക്കും. കുറച്ചും കൂടെ വലുതായിരുന്നെങ്കിൽ ഞാളെ കൊന്നാന്. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. എന്തൊക്കെയായാലും മോന്റെ അപ്പച്ചനാ. അപ്പച്ചന്റെ ദുശീലങ്ങൾ മാറാൻ പ്രാർത്ഥിക്കേ. ഈ നോട്ടത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. ഞാൻ ഇന്നൊരു തുള്ളി പോലും കുടിച്ചിട്ടില്ല, ഇനി കുടിക്കേയില്ല. നിന്നാണെ, നമ്മുടെ മോനാണ് സത്യം. എന്റെ ദൈവമേ, എനിക്കത് വിശ്വസിക്കാൻ പറ്റണില്ലല്ലോ. ഞാൻ സ്വപ്നം കാണുവാണോ? വിശ്വസിക്കണം. ഇത്രയും കാലം ഞാൻ നിന്നോടും നമ്മുടെ പൊന്നുമോനോടും ചെയ്ത അപരാധങ്ങൾക്ക് മാപ്പ് തരണം. ഇനി ഒരിക്കലും ഞാൻ ആ പഴയ ഗബ്രിയേലാകില്ല. അപ്പച്ചൻ എന്താ എന്ത് കുടിക്കാത്ത? 2000 നോട്ടിന് ചില്ലറ കിട്ടാഞ്ഞിട്ടാണോ? അല്ല മോനെ, കിട്ടിയ കാശൊക്കെ അപ്പച്ചൻ്റെ കയ്യിലുണ്ട്. അപ്പച്ചൻ അധ്വാനിച്ച് കിട്ടുന്ന കാശ് നമുക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ളതാ. എൻ്റെ മോന് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിത്തരാനുള്ളതാ. ഇതാ സാറാ, ഇന്ന് എനിക്ക് കിട്ടിയ കാശ് മുഴുവനുണ്ട്. എല്ലാം വേണ്ടതുപോലെ ചെയ്യ. കർത്താവേ, ഈ മാറ്റത്തിന്റെ അർത്ഥം എന്താ? എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ. സാറാ, വഴിതെറ്റിപ്പോകുന്നവരുടെ ജീവിതങ്ങളിലേക്ക് ദൈവം ചില ഇടപെടലുകൾ നടത്തും. കഴിഞ്ഞ രാത്രി എനിക്കൊരു വെളിപാടുണ്ടായി. അതാണ് ഈ മാറ്റത്തിന്റെ അർത്ഥം. സ്നേഹമാണ് വലിയ ലഹരി എന്ന് എനിക്ക് മനസ്സിലായി. കുടുംബമാണ് ഏറ്റവും വലിയ ശക്തി.